ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ആഗസ്റ്റ് മാസം 9-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളും നോക്കാം നമുക്ക്. അതിലൊന്നാമത്തത് ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. അന്തേര എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ആഗസ്റ്റ് മാസം 14-ാം തീയതിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മലയാളം ഓഡിയോ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക്. അടുത്തത് സുദീപ് നായർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു മലയാളം സീരീസാണ്. കമ്മട്ടം എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. C5 ഈ ഒരു മലയാളം സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ആഗസ്റ്റ് മാസം 29-ാം തീയതിയാണ് ഈ ഒരു സീരീസ് C5 വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. നൈറ്റ് ഓൾവേസ് കംസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ആഗസ്റ്റ് മാസം 15-ാം തീയതി നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തത് മാത്യു തോമസ്, ബേസിൽ ജോസഫ് എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത് കഴിഞ്ഞ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമയായിരുന്നു കപ്പ് എന്ന് പറഞ്ഞ സിനിമ. പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് ഈ സിനിമയുടെ OTT റിലീസ് എന്നാണെന്നുള്ളത്. പക്ഷേ ഇത്രയായിട്ട് ഈ ഒരു വർഷമായിട്ടും ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല ഈ ഒരു സിനിമ. അമൃത TV-യിൽ ടെലിവിഷൻ പ്രീമിയർ ആയിട്ട് വരാൻ പോവുകയാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ്. കമ്മിങ് സൂൺ ആണ് വന്നിട്ടുള്ളത്. ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. അമൃത TV-യിൽ ഈ ഒരു സിനിമ പ്രീമിയർ ചെയ്തതിനു ശേഷം യൂട്യൂബിലൂടെ റിലീസ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. വെയിറ്റ് ചെയ്യാം നമുക്ക്. അടുത്തത് നമ്മുടെ അനശ്വരാജൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പ്രേക്ഷക പ്രതികരണം നേടി വിജയിച്ച സിനിമ കൂടിയാണ്. ആഗസ്റ്റ് മാസം 14-ാം തീയതി മനോരമ മാക്സ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു അറബിക് മൂവിയാണ്. വേ ഹോം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അറബിക് ഭാഷ കൂടാതെ ഡാനിഷ്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിലാണ് ഇപ്പോൾ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. റെഡ് ലെറ്റർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഷെമാരോമി OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത 2024 റിലീസ് ചെയ്തൊരു കോമഡി റൊമാൻറ്റിക് ഹൊറർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ലിസ ഫ്രാങ്കസ്റ്റീൻ എന്ന് പറയുന്ന സിനിമ. നെറ്റ്ഫ്ലിക്സിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്ത നമ്മുടെ സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ എന്നിവരുടെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോർട്ട് റൂം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു JSK എന്ന് പറഞ്ഞ സിനിമ. ജനക് V വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ. C5 ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമ ആഗസ്റ്റ് മാസം 15-ാം തീയതി C5 വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷയിലും ഈ സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഹിന്ദി മൂവിയാണ്. ഇൻസ്പെക്ടർ സൺഡേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ സെപ്റ്റംബർ മാസം 5-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ വിജയ് ദേവരകൊണ്ട പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെലുങ്ക് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു കിങ്ഡം എന്ന് പറഞ്ഞ സിനിമ. കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഒരു തിയേറ്റർ പരാജയത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് കിങ്ഡം എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ എന്നുള്ളത് തിയേറ്റർ റിലീസ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ റിലീസ് ചെയ്തുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആഗസ്റ്റ് മാസം 28-ാം തീയതി തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് ദിലീഷ് മൊത്തം പ്രധാന വേഷം കൈകാര്യം ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട ഒരു മലയാള സിനിമയാണ് മനസ വാച എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോൾ ഈ സിനിമ മനോരമ മാക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും